ഹായ്, എല്ലാവർക്കും സുഖന്നല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഇങ്ങനെ പോന്നുപ്പ. പിന്നെന്ത്, എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഉറങ്ങാനായിരിക്കും അല്ലേ? 10:30 ഇനി ഞങ്ങൾ പണിയെല്ലാം വേഗമായി. അമ്മ കുറുക്കിയെ തിന്നണ്ടേ? ഇതെനിക്ക് പാലാണ്. കുറച്ച് പാല്, ഒരു ഇത്ര പാല്, ബാക്കിയെല്ലാം വെള്ളം ഒഴിച്ചതാണ്. അങ്ങനെയാണ്. അല്ല അല്ല, ಅದು ಬ್ಯಾಗು ತೆಗಿಲಿಕ್ಕೆ ಆ ಥರ ಬ್ಯಾಗು ನೋಡಲಿಕ್ಕೆ. ಆಗ ಬ್ಯಾಗಿಗೆ ತುಂಬ ಹಣ, 300 ರೂಪಾಯಿ. ಇಲ್ಲ ತೆಗಿಲಿಲ್ಲ, ಇದು ಮಗಂದು. ಅದು ಮಗುಗೆ ಒಂದು ಆಟದ ಸಾಮಾನು ತಗೊಂಡೋಗಿ. ಅದು 2 ತೆಗೆದಿದೆ. ಒಂದು ಚಿಕ್ಕಪ್ಪ ಮಗಳಿಗೆ, ಒಂದು ನನ್ನ ಮಗುಗೆ. ನನ್ನ ಮಗುದು ಇಲ್ಲಿಟ್ಟೆ, ಮತ್ತೊಮ್ಮೆ ತಗೊಂಡು ಹೋಗುವ ಹೇಳಿ. അത് ഞാൻ മിനിയാന്ന് പോകാൻ വന്നിന്. പിന്നെ അവിടെ അടുത്തുള്ള പീടികയിൽ പോയെന്ന് അമ്മ ചോദിച്ചത്. അപ്പോൾ കുഞ്ഞിന് കളിക്കുന്ന സാധനം വാങ്ങാനാണ് പോയത്. 2 വാങ്ങിനി. ഒന്ന് ഇളയപ്പൻ്റെ മോളെ കുഞ്ഞിക്കും, ഒന്ന് എൻ്റെ കുഞ്ഞിക്കും വാങ്ങിനി. അതെനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഒന്ന് ഇടന്ന് വെച്ചിനി. എടുക്ക പോകുമ്പോൾ കൊണ്ടുപോകാറിഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ 30 വരെ എണ്ണാൻ പഠിച്ചു. ഇനിയിപ്പോൾ 31 40 വരെ ഉള്ളത്. 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 40 എന്ന് പറഞ്ഞാൽ 40. പിന്നെ ഒരു പദ്യമുണ്ട്, എന്ത് പറഞ്ഞാൽ പൂച്ചയുടെ പദ്യം. അത് കന്നഡത്തിൽ മലയാളത്തിൽ ഞാൻ പറഞ്ഞു തരാം. കള്ളബെക്കു ബന്ദിದೆ. കള്ളബെക്കു ബന്ദിದೆ എന്ന് പറഞ്ഞാൽ കള്ളപ്പൂച്ച വന്നിനി. അച്ഛ ഇച്ഛ നോടിದೆ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിനി. കള്ളബെക്കു ബന്ദിದೆ, അച്ഛ ഇച്ഛ നോടിದೆ. കള്ളപ്പൂച്ച വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിനി. അടികെ കോണെ ಹೋಗಿದೆ. അടികെ കോണെ ಹೋಗಿದೆ പറഞ്ഞാൽ അടുക്കളയ്ക്ക് പോയി. ഈ കള്ളപ്പൂച്ച അടുക്കളയ്ക്ക് പോയി. അത് പാലിൻ്റെ പാത്രം കണ്ടു. ഹാലു പാത്രം നോടിയത്. പാലിൻ്റെ പാത്രം കണ്ടു എന്ന് പറയുന്നതിന് ಹಾಲಿನ ಪಾತ್ರ ನೋಡಿದೆ. ಹಾಲು ಕುಡಿಯುವಾಗ ತೊಳಗಿತು. പാല് കുടിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടായിട്ട് തെറിക്കുന്നില്ലേ, അതിനെ ತೊಳಗಿತು. തെറിക്കുന്നതിനെ ತೊಳಗಿತು. ಹಾಲು ಕುಡಿಯುವಾಗ ತೊಳಗಿತು. ആക അപ്പം അമ്മക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുമല്ലോ. അമ്മ ഓടി വന്നാണ്. അമ്മ ഓടിയിട്ട് വന്നു. ഉദ്ദക്കോല് പറഞ്ഞാൽ നീളയിലെ ഒരു കോല്. ഉദ്ദക്കോല് തന്താണ്. ഉദ്ദക്കോല് കയ്യിലുണ്ട്, അങ്ങനെ തരുന്നില്ല. കള്ളവെക്കിಗೆ 2 കൊട്ടാണ്. അപ്പോൾ കള്ളവെക്കിന് 2 അടി കൊടുത്തു. അതാണ് കന്നഡത്തിൽ. അങ്ങനെ മനസ്സിലായ? പിന്നെന്ത്, പിന്നെ അമ്മ കഴിക്കുന്നു. അമ്മ എന്തെങ്കിലും പറ, മലയാളത്തിൽ പറ. സുഖാണോ ചോദിക്കും. അതെന്താ? കാണുന്നുണ്ടോ നിങ്ങൾക്ക് അമ്മേനെ കാണുന്നുണ്ടോ? എന്താ അമ്മ എന്തെങ്കിലും പറ. നമ്മ കഴിക്കുന്നത് വേണ്ട. കൂവപ്പൊടി കുറിക്കുന്നത് എങ്ങനെയേ ഇത് രാവിലെ ഓളപ്പം ഇങ്ങനെ കഴിക്കണം. കഴിച്ചതിൻ്റെ പിന്നെ ഓറഞ്ചിൻ്റെ കഷ്ണമുണ്ട്, അത് വായിലേക്ക് ഇങ്ങനെ പശാറുണ്ട്. എന്തെങ്കിലും പറ മമ്മി. എന്തെങ്കിലും പറ. പിന്നെന്ത്, ഇതെനിക്ക് പാല് എറിഞ്ഞാൽ പാല് മുളം, കുറച്ചേ പാലുള്ളൂ.
അതിന് കുറേ വെള്ളം ഒഴിക്കുന്നത്. എനിക്ക് വെള്ളം ഇങ്ങനെ കുടിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കഞ്ഞീർ വെള്ളം അല്ലെങ്കിൽ കഞ്ഞീരള്ളത്തിൽ ഉപ്പിട്ടത് ഇങ്ങനെ വെള്ളമായിട്ട് കുടിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പാൽ കുറച്ച് ഒഴിച്ചിട്ട് അതിലിങ്ങനെ, അല്ലെങ്കിൽ ചെറുള്ളിയിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ വെള്ളമായിട്ട് കുടിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഇത്. ചായയെല്ലാം കുറേ കുടിക്കും. രണ്ട് രണ്ട് പാട്ട ചായ കുടിക്കും രാവിലെ. വൈകുന്നേരം ഒരേ പാട്ട, രാവിലെ 2 പാട്ട ചായ കുടിക്കും. പിന്നെന്ത്, കുഞ്ഞിനെല്ലാം കാണാത്തോണ്ട് ഭയങ്കര വിഷമമുണ്ട്. പിന്നെന്തിപ്പ, പിന്നെ ഉത്സവമായി അടുത്ത മാസം ഭരണി മഹോത്സവ എന്ന് നമ്മളെ നാട്ടിൽ. പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. 25-നാണ് ആയിത്തിരി മഹോത്സവം. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ എല്ലാവരും വരണേ. പിന്നെ ഞാൻ പറയലില്ല എൻ്റെ മോനൊരു പെണ്ണ് വേണമെന്ന്. എൻ്റെ മോന് ഡാൻസ് മാഷാണ്. പിന്നെ വൈറ്റ് ആൻഡ് ഡാൻസ് കമ്പനി നടത്തുന്നു. പിന്നെ കരാട്ട വേറെ ഒരു മാഷാണ്, അത് നടത്തിക്കുന്നു. സംഗീത ക്ലാസ് നടത്തിക്കുന്നു. പിന്നെ സ്കൂൾ ബസ്സിൽ രാവിലെ സ്കൂൾ ബസ്സിൽ ഡ്യൂട്ടിയുണ്ട്. എയർപോർട്ടിലേക്കെല്ലാം പോവും. പിന്നെ വീട്ടിലാരുമില്ല, ഓനൊറ്റക്കാണ് ഇപ്പം നിൽക്കുന്നുള്ളത്. 30 കഴിഞ്ഞ് 31 കഴിച്ചത്. ഈ നവംബർ ആകുമ്പോൾ 31 പിടിച്ചതാണ്. ഇഷ്ടമില്ല ആരെങ്കിലും, നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും, നല്ലൊരു പെൺകുട്ടി